ജീവിതം ഒരു മഞ്ഞുപുതച്ച വഴിപോലെയാകുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മെത്തന്നെ ഉണർത്താൻ വേണ്ടി ഒരു പേര് കേൾക്കാം: ഗൗതം ബുദ്ധൻ. ബുദ്ധൻ പഠിപ്പിച്ചത് ലക്ഷ്യം എന്നത് ആകാശത്തിലെ നക്ഷത്രം പോലെ ദൂരെയുള്ള ഒന്നല്ല എന്നാണ്. മറിച്ച് അത് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന ശൈലിയാണ്. സുഹൃത്തേ, നിരാശപ്പെടരുത്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു കനലുണ്ട്. ലോകത്തിന് നൽകാൻ സവിശേഷമായ എന്തോ ഒന്ന് നമ്മളിലുണ്ട്. പക്ഷേ നമ്മുടെ സങ്കടങ്ങളും ജീവിതത്തിരക്കുകളും ആ കനലിനെ ചാരമിട്ട് മൂടിയിരിക്കുകയാണ്. ബുദ്ധൻ പറഞ്ഞത് എത്ര സത്യമാണ്! മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ. ഇന്ന് നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ ആദ്യം ആ മനസ്സിനെ ഒന്ന് സാവധാനമാക്കൂ. നിങ്ങളെത്തന്നെ തോൽപ്പിക്കാൻ ലോകത്തിന് കഴിയില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളെത്തന്നെ തോൽപ്പിച്ചാൽ പിന്നെ മറ്റാർക്കും സഹായിക്കാനും കഴിയില്ല. ഒരു സാധാരണ രാജകുമാരൻ എങ്ങനെ ബുദ്ധനായി? തന്റെ ഭയങ്ങളെയും അസ്വസ്ഥതകളെയും ധ്യാനം കൊണ്ട് കീഴടക്കിയതുകൊണ്ടാണ്. 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ വലിയ കാര്യം നമ്മെത്തന്നെ ഒന്ന് ജയിക്കുക എന്നതാണ്. ലക്ഷ്യമെന്നത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ലോട്ടറിയല്ല, മറിച്ച് തുള്ളിത്തുള്ളിയായി കുടം നിറയുന്നത് പോലെയാണ്. ഇന്നും നിങ്ങളെടുത്ത ഓരോ ചെറിയ ചുവടും നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ലെങ്കിലും. ബുദ്ധന്റെ അന്ത്യമൊഴി ഓർക്കുക: അപ്പ ദീപോ ഭവഃ. നീ നിനക്ക് തന്നെ പ്രകാശമാവുക. നിങ്ങളുടെ സങ്കടത്തിന്റെ ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ മറ്റൊരു ടോർച്ചിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ചെറിയ വെളിച്ചത്തെ ഒന്ന് ഉണർത്തിയാൽ മാത്രം മതി. നമുക്കൊരു കുഞ്ഞു കഥയിലേക്ക് വരാം. ഇതൊരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വഴി തുറന്നേക്കാം. ഒരിക്കൽ ആ വലിയ ആശ്രമത്തിലേക്ക് ഒരു സന്ദേശം വന്നു. കാടുകൾക്കും മലകൾക്കും അപ്പുറത്തുള്ള ഒരു ആശ്രമം നോക്കി നടത്താൻ പ്രാപ്തിയുള്ള ഒരു സന്യാസിയെ ആവശ്യമുണ്ട്. ഗുരുജി തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ആരാണ് പോകാൻ തയ്യാർ? പക്ഷേ എല്ലാവരും മിണ്ടാതിരുന്നു. അവർക്കെല്ലാം പേടിയായിരുന്നു. കാരണം ആ വഴി വല്ലാത്തൊരു വഴിയാണ്. പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ട്. പലരും ഭയപ്പെട്ട് തല താഴ്ത്തി. പക്ഷേ അന്ന് വൈകുന്നേരം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സ് തളരാത്ത ഒരു യുവസന്യാസി ഗുരുജിയെ കാണാൻ വന്നു. അവൻ പതുക്കെ പറഞ്ഞു, ഗുരുജി, എനിക്ക് പേടിയുണ്ട്. എങ്കിലും ഞാൻ പോകാം. എനിക്ക് കുറച്ച് സഹായം മാത്രം മതി. ഗുരുജി അവന്റെ സങ്കടം കലർന്ന എന്നാൽ ഉറച്ച കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ശരി, പക്ഷേ എന്റെ 3 വ്യവസ്ഥകൾ കേൾക്കണം. 1, നിന്നെ സഹായിക്കാൻ കൂടെ 4 പേർ വരും. പക്ഷേ ഓർക്കുക, അവരിൽ ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ ആ സഹായം ഒരു തവണ മാത്രമേ കിട്ടൂ. അത് കഴിഞ്ഞാൽ അവർ നിന്നെ വിട്ടുപോകും. 2, ഒരിക്കൽ യാത്ര തുടങ്ങിയാൽ തിരിഞ്ഞു നോക്കരുത്. ഒന്നുകിൽ ലക്ഷ്യത്തിലെത്തണം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇല്ലാതാകണം. ഈ ആശ്രമത്തിലേക്ക് നിനക്ക് മടക്കമില്ല. 3, നീ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ കൂടെ വന്ന ആ 4 പേരിൽ ആരുടെ ഉപദേശമാണ് നിന്നെ കരകയറ്റിയത് എന്ന് ഞങ്ങളെ അറിയിക്കണം. ഗുരുജിയുടെ നിബന്ധനകൾ അംഗീകരിച്ച് 4 മുതിർന്ന സന്യാസിമാർക്കൊപ്പം ആ യുവാവ് തന്റെ നിഗൂഢമായ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ കുഴപ്പമില്ലാതെ കടന്നുപോയി. പക്ഷേ ഒരുനാൾ അവർ ഒരു കൊടുങ്കാടിന്റെ അരികിലെത്തി. ഭയം കൊണ്ട് ആ യുവാവിന്റെ ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി. അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ കൂടെയുള്ള സന്യാസിയോട് പറഞ്ഞു, ഗുരുവേ, ഈ കാട് ശപിക്കപ്പെട്ടതാണെന്ന് ആളുകൾ പറയുന്നു. ഇവിടെ നിഴലുകൾ മനുഷ്യരെ പിന്തുടരുമത്രേ. ആ മുതിർന്ന സന്യാസി ശാന്തനായി ചിരിച്ചുകൊണ്ടു പറഞ്ഞു, മകനെ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് മാത്രമേ ഭയം തോന്നുകയുള്ളൂ. ധ്യാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനെ ഒരു നിഴലിനും ഭയപ്പെടുത്താൻ കഴിയില്ല. യുവാവ് കാട്ടിലേക്ക് നടന്നു. പക്ഷേ ഓരോ ചുവടിലും അവന്റെ തൊണ്ട വരളുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു. ആരോ പിന്നിൽ നിന്ന് വലിക്കുന്നതുപോലെ തോന്നി അവൻ നിലത്ത് വീണുപോയി. വിയർപ്പിൽ കുളിച്ച അവൻ കരഞ്ഞുകൊണ്ടു പറഞ്ഞു, എനിക്ക് കഴിയില്ല, ആ നിഴലുകൾ എന്നെ പിടികൂടുന്നു. അപ്പോൾ ആ സന്യാസി ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സൂക്ഷിച്ചു നോക്കൂ, ഈ കാട് അത്രയ്ക്ക് ഇടതൂർന്നതാണ്. അതുകൊണ്ട് മരങ്ങളുടെ നിഴലുകൾ എല്ലായിടത്തുമുണ്ട്. നിന്റെ ഉള്ളിലെ പേടിയാണ് ആ നിഴലുകൾക്ക് പ്രേതത്തിന്റെ രൂപം നൽകുന്നത്. യുവാവ് കണ്ണു തുറന്നു നോക്കി. അവിടെ മരങ്ങളുടെ നിഴലല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. സന്യാസി അവനോട് പറഞ്ഞു, നിന്നെ ഈ കാടല്ല പേടിപ്പിച്ചത്, നിന്റെ നിയന്ത്രണമില്ലാത്ത മനസ്സാണ്. സ്വന്തം മനസ്സിനെ അടക്കി നിർത്തുന്നവനെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകൂ. എന്റെ സഹായം ഇവിടെ തീരുന്നു, ഞാൻ മടങ്ങുകയാണ്. തന്റെ ഉള്ളിലെ പേടിയെന്ന കൊടുങ്കാറ്റടങ്ങിയത് അവൻ അറിഞ്ഞു. അവൻ വീണ്ടും നടന്നു. കാട് കടക്കാനല്ല, സ്വന്തം മനസ്സിനെ മറികടക്കാൻ. ദിവസങ്ങൾ കഴിഞ്ഞു. ക്ഷീണിച്ചവശരായ അവർ ഒരു വലിയ മലയുടെ മുകളിലെത്തി. അവിടെ താഴെ അതിമനോഹരമായ ഒരു നഗരം കണ്ടു. അവിടെയുള്ള സുഖസൗകര്യങ്ങളും പച്ചപ്പും കണ്ടപ്പോൾ അവന്റെ മനസ്സ് ഒന്ന് ഇളകി. അവിടുത്തെ ഗ്രാമത്തലവൻ അവനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത്? ഇവിടെ തന്നെ ഒരു ആശ്രമം തുടങ്ങിക്കൂടെ? ഞങ്ങൾ നിങ്ങളെ പൊന്നുപോലെ നോക്കാം. യുവാവ് ചിന്തിച്ചു, ശരിയാണല്ലോ, എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഇവിടെയും എനിക്ക് സന്യാസിയായി ജീവിക്കാമല്ലോ. അവൻ തന്റെ സംശയം കൂടെയുള്ള 2ാമത്തെ സന്യാസിയോട് പറഞ്ഞു.
അപ്പോൾ ആ സന്യാസി ഗൗരവത്തോടെ പറഞ്ഞു, ഓർക്കുക, എപ്പോഴും എളുപ്പവഴികൾ തേടുന്നത് ദുർബലമായ മനസ്സിന്റെ ലക്ഷണമാണ്. സുഖസൗകര്യങ്ങൾ നോക്കി ലക്ഷ്യം മാറ്റുന്നവൻ ഒരിക്കലും പൂർണ്ണതയിലെത്തില്ല. ശരിയായ വഴി കഠിനമായിരിക്കും, പക്ഷേ അതുമാത്രമാണ് നിന്നെ നിന്റെ ലക്ഷ്യത്തിലെത്തിക്കുക. സുരക്ഷിത വലയത്തിൽ ഒതുങ്ങുന്നവൻ വളർച്ചയില്ലാത്തവനായിത്തീരും. ഇതാ എന്റെ സഹായവും ഇവിടെ അവസാനിക്കുന്നു. സമർപ്പണം എന്നാൽ എളുപ്പമുള്ളത് ചെയ്യുക എന്നല്ല, ശരിയായത് ചെയ്യുക എന്നാണ്. ആ ബോധ്യത്തോടെ യുവാവ് നഗരത്തിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് വീണ്ടും കാട്ടിലേക്ക് നടന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു യാത്രാസംഘത്തെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടാനിടയായി. അവർ പറഞ്ഞു, ഞങ്ങളോടൊപ്പം വരൂ, നല്ല ഭക്ഷണവും സുരക്ഷിതമായ താമസവും ഞങ്ങൾ നൽകാം. ഭക്ഷണമില്ലാതെ തളർന്നിരുന്ന അവർ ആ സംഘത്തിനൊപ്പം ചേർന്നു. പക്ഷേ താമസിയാതെ മൂന്നാമത്തെ മുതിർന്ന സന്യാസി ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ സംഘം വല്ലാത്ത അലസന്മാരായിരുന്നു. നേരം വെളുക്കുവോളം പാട്ടും ബഹളവുമായി നടക്കും, രാവിലെ വൈകി മാത്രം ഉണരും. ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന ആ യുവസന്യാസി പതുക്കെ ആ കൂട്ടുകെട്ടിൽ മയങ്ങിപ്പോയി. അവൻ വൈകി ഉറങ്ങാനും ലഹരി പിടിച്ച തമാശകളിൽ മുഴുകാനും തുടങ്ങി. പിറ്റേന്ന് പുലർച്ചെ 5 മണിക്ക് മുതിർന്ന സന്യാസി അവനെ തട്ടിവിളിച്ചു. എഴുന്നേൽക്കൂ, നമുക്ക് പോകണം. ബാക്കിയുള്ളവർ റെഡിയായി നിൽക്കുകയായിരുന്നു. യാത്രക്കിടയിൽ യുവാവ് ചോദിച്ചു, ഗുരുവേ, എന്തിനാണ് ആ നല്ല മനുഷ്യരെ നമ്മൾ ഉപേക്ഷിച്ചത്? ആ സന്യാസി ഗൗരവത്തോടെ പറഞ്ഞു, ഇതാണ് മൂന്നാമത്തെ പാഠം. തനിച്ചു നടക്കേണ്ടി വന്നാലും ബോറടിച്ചാലും ശരി, ഒരിക്കലും മോശം കൂട്ടുകെട്ടുകളും ചീത്ത ശീലങ്ങളും തിരഞ്ഞെടുക്കരുത്. തുടക്കത്തിൽ ഇതൊക്കെ വലിയ സുഖമായി തോന്നും, പക്ഷേ പതുക്കെ അതൊരു ചങ്ങലയായി നിന്നെ വരിഞ്ഞുമുറുക്കും. പിന്നെ നിനക്ക് വേണമെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. തന്റെ തെറ്റ് മനസ്സിലാക്കിയ യുവാവിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, നിനക്ക് സത്യം മനസ്സിലായി എന്ന് കരുതുന്നു, ഞാൻ മടങ്ങുകയാണ്. ഇപ്പോൾ കൂടെ ഒരാൾ മാത്രം ബാക്കി, നാലാമത്തെ സന്യാസി. പിറ്റേന്ന് പുഴയിൽ കുളിച്ച് യാത്ര തുടങ്ങിയപ്പോഴാണ് യുവാവ് ഞെട്ടിയത്. വഴികാട്ടേണ്ട ഭൂപടം അവൻ പുഴക്കരയിൽ മറന്നുവെച്ചു. അവൻ തലയിൽ കൈവച്ച് കരഞ്ഞു. ഇത്രയും വലിയ ഉത്തരവാദിത്തം മറന്ന ഞാൻ എങ്ങനെ ഒരു ആശ്രമം ഭരിക്കും? അപ്പോൾ നാലാമത്തെ സന്യാസി ശാന്തനായി പറഞ്ഞു, മകനെ, ചെയ്ത തെറ്റുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നീ ഇനിയും തെറ്റുകൾ ചെയ്യും. തെറ്റുകൾ തിരുത്താനുള്ള ഒരേയൊരു വഴി ചെയ്യുന്ന ഓരോ കാര്യത്തിലും ബോധവാനായിരിക്കുക എന്നതാണ്. ഓരോ ചുവടുവെക്കുമ്പോഴും നീ അവിടെത്തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഭൂതകാലം താനേ പിന്നിലാകും. അദ്ദേഹവും അവനെ തനിച്ചാക്കി മടങ്ങി. ഒറ്റപ്പെട്ട യുവാവ് പരിഭ്രമത്തോടെ ചോദിച്ചു, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ടു പോകും? അകലേക്ക് നടന്നു തുടങ്ങിയ സന്യാസി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും നിന്നെ വിട്ടുപോകുന്നതിലാണ് നിന്റെ അവസാന പാഠം ഒളിഞ്ഞിരിക്കുന്നത്. അത് നീ തന്നെ കണ്ടെത്തുക. യുവാവ് കുറച്ചുനേരം നിശബ്ദനായിരുന്നു. പിന്നെ അവൻ തിരിച്ചറിഞ്ഞു, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. പഠിച്ച പാഠങ്ങൾ കൂട്ടിനുണ്ട്. ഞാൻ വഴി കണ്ടെത്തും. ആ ആത്മവിശ്വാസം വന്നതോടെ അവൻ തനിയെ നടന്നു. 1 വാരത്തിനു ശേഷം അവൻ ആ വലിയ ആശ്രമത്തിലെത്തി. അവിടെ എത്തിയ അവൻ തന്റെ ഗുരുജിക്ക് ഒരു കത്തെഴുതി. ഗുരുജി, കൂടെ വന്ന സന്യാസിമാർ നൽകിയ പാഠങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പക്ഷേ എന്നെ ഇവിടെ എത്തിച്ചത് അങ്ങയുടെ 2 നിബന്ധനകളാണ്. തിരിച്ചുവരാൻ കഴിയില്ല എന്ന നിബന്ധന എനിക്ക് തോറ്റുകൊടുക്കാൻ ഒരവസരവും നൽകില്ല. അതുകൊണ്ട് വീഴുമ്പോഴൊക്കെ ഞാൻ എഴുന്നേറ്റ് നടന്നു. സഹായം ഒരിക്കൽ മാത്രം എന്ന നിബന്ധന ഓരോ പാഠവും ആദ്യ ശ്രമത്തിൽ തന്നെ ഹൃദിസ്ഥമാക്കാൻ എന്നെ നിർബന്ധിതനാക്കി. ആ ജാഗ്രതയാണ് എന്റെ കരുത്ത്. എന്റെ സുഹൃത്തെ, ബുദ്ധൻ പഠിപ്പിച്ചത് ലക്ഷ്യമെന്നത് പുറത്തുള്ള ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിലെ ശാന്തിയാണ്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയാൽ, ഏകാഗ്രമാക്കിയാൽ നിനക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ജീവിതം ഒരു യാത്രയാണ്. വീഴ്ചകൾ ആ യാത്രയുടെ ഭാഗമാണ്. പക്ഷേ നിൽക്കരുത്, തളരരുത്. ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിന്റെ ഉള്ളിൽ ഒരു വലിയ പ്രകാശമുണ്ട്. നിന്റെ സങ്കടങ്ങളുടെ മുകളിൽ ചവിട്ടിനിന്ന് നിനക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും. നിന്നെ തന്നെ നീ ജയിക്കുക. ലോകം നിന്റെ മുന്നിൽ തലകുനിക്കും. ഈ കഥ നിന്റെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ സമാനമായി തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ യാത്ര തുടരാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നമോ ബുദ്ധായ.